KSRTC ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉണർവേകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഡ്രൈവേഴ്സ് എല്ലാം നന്നായി വണ്ടി ഓടിക്കുന്നവരാണ്. അവരെ മികവിൻ്റെ അടയാളമായിട്ടാണ് അവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. പക്ഷേ ഈ മികവ് കൂടുതലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ, കുറച്ച് ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ഈസിനെസ് ഉണ്ടാവും, നമ്മളൊരു ഓർഡറിലാവും. നമ്മൾ വെളിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് ഓർഡറിലല്ല. അപ്പോൾ ഓർഡറിൽ ചെയ്യുമ്പോൾ നമ്മുടെ എഫേർട്ട് കുറയും, എഫിഷ്യൻസി കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഗുണം എന്ന് പറയുന്നത്. മുൻപെങ്ങും ഇല്ലാത്തതുപോലെ KSRTC ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് 1649 ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ 1339 പേരെ ട്രെയിൻ ചെയ്തു. മെക്കാനിക്കൽ സ്റ്റാഫിനെ, അങ്ങനെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ റെക്കോർഡാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ട്രെയിനിങ് 1000 ഡ്രൈവേഴ്സിനെയും 1000 കണ്ടക്ടേഴ്സിനെയാണ് ജിസ് നമുക്ക് ട്രെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ തരുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് നമ്മളെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിച്ചാൽ റിസൾട്ട് വളരെ വലുതായിരിക്കും. നമുക്കറിയാം, ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാക്കുന്ന ഫാക്ടറി, ആ ഫാക്ടറിയിൽ ട്രെയിൻഡ് ആൾക്കാർ അതിൻ്റെ ഓർഡറിലും കൃത്യമായ സമയത്തും ചെയ്യുമ്പോഴാണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായി നമ്മൾ പകർത്തിയതാണ് KSRTCയുടെ സെൻട്രൽ വർക്ക്ഷോപ്പിൽ ട്രിവാൻഡ്രത്ത് എൻജിൻ അസംബ്ലി എന്ന ഒരു യൂണിറ്റ് നമ്മൾ മോഡർണൈസ് ചെയ്തു. അപ്പോൾ അതിൽ എഫേർട്ട് കുറവാണ്. കാരണം ഒരു ക്രെയിനിലൂടെ ഒരു ഫോർക്ക് ലിഫ്റ്ററിൽ എൻജിൻ എടുക്കും, അത് ചെയിൻ ബ്ലോക്ക് വഴി നേരെ വരുമ്പോൾ പണിയെടുക്കുന്ന സ്ഥലത്ത് എയർ കണ്ടീഷനാണ്. അവിടെ കൃത്യമായി 3 പേരെന്ന് ജോലി ചെയ്യുമ്പോൾ എൻജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് നിൽക്കും, നടുവിൽ എൻജിൻ വെച്ച് കൊടുക്കും. അപ്പോൾ അതിന് മാറേണ്ട പാർട്സുകൾ അവിടെ മാറിക്കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞാൽ നേരെ ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ടേബിളിലേക്ക് പോകാൻ. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. 2 വർഷങ്ങൾക്ക് മുമ്പ് KSRTC ഒരു എൻജിൻ റീകണ്ടീഷൻ ചെയ്യുന്ന ടാറ്റയുടെ എൻജിനാണ് അവിടെ ചെയ്യുന്ന മെയിനായിട്ട്. ഇപ്പോൾ ലൈലൻഡും തുടങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ എൻജിൻ റീകണ്ടീഷൻ ചെയ്ത് ഒരു മാസം 13 എണ്ണമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ 43 എണ്ണത്തിന് മേളിലാണ് ചെയ്യുന്നത്, 44 വരെ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റിയിൽ, ഉൽപ്പാദനത്തിൽ വന്നുള്ള വർധനം എന്താണെന്ന് മനസ്സിലാക്കണം. KSRTCയുടെ നേട്ടങ്ങൾ ഇങ്ങനെയാണ്. അതായത് മറ്റേ എൻജിൻ പണി തീർന്നു വരാത്തതുകൊണ്ട് വണ്ടികൾ വെറുതെ കിടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ല. എൻജിൻ്റെ കാര്യത്തിൽ യാതൊരു ഷോർട്ടേജ് ഇല്ല. പിന്നെ അവിടെ തന്നെ ലൈലൻഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ലൈലൻഡിൻ്റെ എൻജിൻ ഇപ്പോൾ ഒരു മാസം 16 എണ്ണം വരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് 16 എണ്ണം വരെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതും ഇതുപോലെ 40-45 എണ്ണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ലൈലൻഡിൻ്റെ റീകണ്ടീഷനിങ് നമ്മൾ അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എല്ലാ രംഗത്തും ട്രെയിനിങ് കൊടുക്കണം.